നിങ്ങൾ കണ്ടതിൽ വെച്ചിട്ട് ജീവിതത്തിൽ ഏറ്റവും വിജയം കൈവരിച്ച ഒരു മനുഷ്യനായിരുന്നു. ഞാൻ കണ്ടതിൽ വെച്ചിട്ട് ഒരു മനുഷ്യനുണ്ട്. അത് വലിയ ബിസിനസ്സുകാരനോ അല്ലെങ്കിൽ വലിയ പണക്കാരനോ അല്ലെങ്കിൽ ഒരു വലിയ വീടിന്റെ ഉടമ ഒന്നല്ല, എന്റെ ഒരു കൂട്ടുകാരനാണ്. ഇവൻ ഭയങ്കര ഒരു ഊർജ്ജസ്വലനായ ഒരു ചെറുപ്പക്കാരനായിരുന്നു. ഇതിനു മുൻപന്തി നിൽക്കണ ഒരുത്തൻ. പെട്ടെന്ന് ഒരു സുപ്രഭാതത്തിൽ ഇവന്റെ വാപ്പ മരിക്കുന്നു. അങ്ങനെ ഞാൻ മരിച്ച വീട്ടിലേക്ക് ഞാൻ ചെന്നപ്പോൾ ഇവൻ ആ ഉമ്മർക്കോലയിൽ ഇവൻ ഇരിക്കുന്നു. ഇവന്റെ കണ്ണീര് പോലും വന്നിട്ടില്ല. ഞാൻ വിചാരിച്ചു ഇവനെ ഒരു വിഷമം പോലും. ഇവന്റെ വാപ്പനെ മരിച്ച് അങ്ങനെ അത് കഴിഞ്ഞ് ഇവന്റെ വാപ്പാനെ പള്ളിക്കാട്ടിക്ക് അങ്ങോട്ട് എടുത്ത് അത് കഴിഞ്ഞിട്ട് കബറടക്കി ഞാൻ അങ്ങോട്ട് പുറത്തേക്ക് പോന്നു. അപ്പോൾ ഇവൻ അതേപോലെ തന്നെ ഒരു അന്തിച്ചുള്ള നിപ്പ അവിടെ നിൽക്കണ്. എല്ലാരും പോയി. ആ സമയത്ത് ഞാൻ ഇവനോട് ചോദിച്ചു, എടാ നീ വീട്ടിൽ പോയില്ലേ? ഇവ പെട്ടെന്ന് പൊട്ടിക്കറിഞ്ഞിട്ട് എന്നോട് കെട്ടിപ്പിച്ചിട്ട് ചോദിച്ചു, എന്റെ ഉമ്മയും അനിയന്മാരെയും ഞാൻ അങ്ങനെ നോക്കൂടാന്ന് ചോദിച്ചു. അപ്പൊ ഞാന് അവിടെ വല്ലാണ്ടായി. ഞാൻ ഇവനങ്ങോട്ട് ആശ്വസിപ്പിച്ചിട്ട് ഇവനങ്ങോട്ട് വീട്ടിലേക്കാക്കി പോയി. അങ്ങനെ അങ്ങോട്ട് കടന്നു പോയപ്പോ ഞാനൊരുപാട് കളിച്ച് കടന്നിരുന്ന സമയത്ത് ഇവൻ പെയിന്റിങ് പണിക്ക്, വാർക്ക പണിക്ക്, ബേക്കറി, മെക്കാനിക് പണിക്ക് ഒക്കെ ഇങ്ങനെ ഓരോ പണിക്ക് കഷ്ടപ്പെട്ട് ഇങ്ങനെ പോകും. ഇതിന് ശേഷം ഒന്നും ഞാൻ ഇവനൊന്നും ചിരിച്ചൊന്നും കണ്ടില്ല. ഇവന്റെ ഉമ്മയും ഇവനും ഒരുപാട് കഷ്ടപ്പെട്ടിട്ടുണ്ട് ആ വീടിന് വേണ്ടിയിട്ട്. എന്നും ഇവൻ എന്റെ വീട്ടിലേക്ക് വരും. ഇവനെ ഓരോരുത്തർ പറയുന്ന കുറ്റവും കളിയാക്കലുകളും പറഞ്ഞിട്ട് ഇവന് വയറ് വിഷം വരും. അപ്പൊ ഞാൻ അവനെ ആശ്വസിച്ചു വിടും, കുഴപ്പമില്ലാന്ന് പറഞ്ഞിട്ട്. കാരണം വാപ്പില്ലല്ലോ, ആർക്കും ആണെങ്കിലും ഒന്നും പറയാം. അത് കഴിഞ്ഞിട്ട് ഇവൻ ഒരു ഗൾഫിൽ ഒരു പണി റെഡി ആയിട്ട് ഇവ പോണ്. അതിന് പോയി ആ വീട് പതുക്കെ പച്ച പിടിക്കാൻ തുടങ്ങി. അവരെ കഷ്ടപ്പാടുകളൊക്കെ പതിയെ തീരാൻ തുടങ്ങി. അയാളെ കുളിക്കും, പഴയതൊന്നും മറക്കാത്തൊരു തന്നെ. അങ്ങനെ ഒരു ദിവസം ഞാൻ ഇങ്ങനെ നടന്നു പോയപ്പോ അവന്റെ ഉമ്മ ഇതിലിങ്ങനെ വരും. അപ്പൊ ഞാൻ അവന്റെ ഉമ്മനോട് വെച്ച്, ഉമ്മ അവന് കുഴപ്പമില്ലല്ലോ, സുഖമല്ലെന്ന് വെച്ചപ്പോ ഉമ്മ പതിയെ സ്വത്തി പറഞ്ഞു, മോനെ അവന്റെ ഒരു വിഷമവും എന്നെ വിളിച്ച് പറയാറില്ല. അവന്റെ കാലിന്റെ അടിയിലത്തെ മണ്ണ് ഇളകിപ്പോയി കഴിഞ്ഞു കഴിഞ്ഞാലും അവൻ പറയാ സുഖമാണെന്ന് പറയുള്ളൂ. എന്റെ മോൻ കാരണമാണ് കുടുംബം രക്ഷപ്പെട്ട്. അതിന്റെ പേരിൽ എന്റെ മോന് ദീർഘായുസും സമ്പത്തും എന്നും അന്ന് പ്രതിദാനം ചെയ്യാറാട്ടെ എന്ന് പറഞ്ഞിട്ട് ചെറിയൊരു സങ്കടത്തോടു കൂടിയിട്ട് ആ ഉമ്മന്റെ കൺമുന്നിൽ അങ്ങോട്ട് ഇറങ്ങിപ്പോയി. എനിക്കങ്ങനെ ഞാൻ ആലോചിച്ചപ്പോഴേ എന്റെ ജീവിതത്തിൽ കണ്ടതിൽ വെച്ചിട്ട് ഏറ്റവും വലിയ വിജയം കൈവരിച്ച ഒരു മനുഷ്യനവന്. കാരണം സ്വന്തം ഉമ്മയുടെ വായന ആ വാക്കുകൾ, അവനെ കുറിച്ചുള്ള നല്ല വാക്കുകൾ ഞാൻ കേട്ടത്. അപ്പൊ ആലോചിക്കുക, വലിയ കാറോ അല്ലെങ്കിൽ വലിയ വീടോ വലിയ സമ്പത്തോ ഒന്നല്ല ജീവിതത്തിൽ വലുത്.